ഓടും കുതിര ചാടും കുതിര ഈ സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ പറന്നുപോയ കിളികൾ തിരിച്ചു വരാൻ ഒരു 10-15 മിനിറ്റ് എടുത്തു. കാരണം വേറെ ഒന്നല്ല, ഈ സിനിമ നിറച്ചും കുറച്ച് വട്ടന്മാരുടെ കാര്യങ്ങളാണ്. അതായത് നമ്മുടെ നാട്ടിൽ നോർമലായി കാണാത്ത രീതിയിലുള്ള കുറച്ച് ആൾക്കാർ, പക്ഷെ അതിനകത്ത് തന്നെ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ആൾക്കാരെ സ്വഭാവമായിട്ട് വേണമെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും. ഇത് സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഒരു കൂട്ടം വട്ടന്മാര്, ഈ വട്ടന്മാരെല്ലാം കൂടിയും ചേർന്ന് ഇവർക്ക് തോന്നിയ രീതിയിൽ എന്തൊക്കെയോ പറയുന്നു, കാണിച്ചു കൂട്ടുന്നു, എന്തൊക്കെയോ കാര്യങ്ങളാണ്. പക്ഷെ ആ കാര്യങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ വർക്കായി. പ്രത്യേകിച്ച് ലാലിന്റെ, ഫഹദിന്റെ, അതേപോലെ തന്നെ കല്യാണിന്റെ ആക്ടിംഗ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് അൽത്താഫിന്റെ അടുത്ത പടവും കൂടി ഹിറ്റ് ആവാൻ പോവാണ്. പുള്ളിന്റെ രചനയും സംവിധാനം അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. അതുമല്ല, ആ സിനിമയുടെ കളർ ഗ്രേഡിങ്, ക്യാമറ, ആ കാര്യങ്ങളും, മ്യൂസിക് ആണെങ്കിൽ നൈസ് ആയിട്ടുള്ള മ്യൂസിക്കുകളും നല്ല നല്ല റൊമാൻസുകളും എല്ലാം ഫസ്റ്റ് ഹാഫിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സിനിമയിൽ ആവശ്യത്തിന് കോമഡികൾ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ കോമഡി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതായത് നിങ്ങളൊരു ലോജിക്ക് നോക്കാതെ കോമഡി വെറുതെ പോയിട്ട് കുറച്ചു നേരം ഇരുന്ന് ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. അപ്പം നമുക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് വരുമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയ സമയത്താണ് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് മാറിയത്. അതായത് അത്രയും നേരം ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഒരു സംഭവം പെട്ടെന്ന് മാറി. ഈ സിനിമയിലെ കോമഡികൾ 1 മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നല്ല കട്ട ചളിയായി പോകുന്ന സാധനങ്ങളാണ്. അതായത് ലോജിക്കലി ചിന്തിക്കാത്ത രീതിയിൽ ചുമ്മാ എന്ത് കേട്ടാലും വെറുതെ ഇരുന്ന് ചിരിക്കുക. ആ രീതിയിലാണെങ്കിൽ നമുക്ക് നല്ല രസമാണ്. അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടറാണ് നമ്മുടെ ലാലിന്റെ ക്യാരക്ടർ. പുള്ളി ഗംഭീരമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി ശരിക്കും ജീവിക്കുന്ന രീതിയിലൊക്കെ എനിക്ക് പേഴ്സണലി തോന്നി. അതേപോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്ത അൽത്താഫ് നല്ല രീതിയിൽ ആ സബ്ജക്ട് സെലക്ഷനും ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം കൊണ്ടുവരാൻ നോക്കി. നമ്മൾ കുറെ കണ്ടുമടുത്തിട്ടുള്ള സാധനത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ക്ലീശേ സംഭവം എടുക്കാതെ കുറച്ചും കൂടിയും എന്തൊക്കെയോ പുള്ളി ഒരു ഓണ സമയത്ത് ഫാമിലി ആയിട്ട് കയറാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും അതിനകത്ത് നോക്കിയിട്ടുണ്ടാവുക. അത് സക്സസ് ആയിരുന്നു ഫസ്റ്റ് സ്റ്റേജിൽ. ടൈറ്റിൽസും അതൊക്കെ കാണിക്കുന്ന സമയത്താണ്. ആ സമയത്ത് ഈ സിനിമ വേറെ എന്തോ സബ്ജക്റ്റാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഫുള്ള് ലൂപ്പ്, ഒരേ സീനുകൾ തന്നെ ഇട്ട് കുറച്ച് ട്രാൻസ് മൂഡിലേക്ക് കൊണ്ടുപോകുന്നു, ആ രീതിയിൽ ലൂപ്പും. അപ്പം ഞാൻ ശരിക്കും വിചാരിച്ച ഒരു സൈക്കോളജിക്കൽ കോമഡി മൂവി ആയിരിക്കും. ശരിക്കും അങ്ങനെ എന്തോ ഒരു ജനർ തന്നെയാണ് അത്. അതെന്താന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാനും അറിയില്ല. അപ്പം അങ്ങനെ ഒരു വെറൈറ്റി സാധനം പ്രതീക്ഷിച്ച് ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ മേലെ എബോ അടിപൊളിയായി സിനിമ നല്ല രീതിയിൽ വന്നു. നമ്മൾ നല്ലോണം ചിരിച്ച് സെറ്റായി. ഈ സിനിമ കൊള്ളാന്നാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. പക്ഷെ സെക്കൻഡ് ഹാഫിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ എനിക്ക് ശരിക്കും ഫഹദ് ഫാസിലിനോട് ദേഷ്യം കയറുന്ന രീതിയിൽ, അതായത് പുള്ളി എന്തിനാ ഇങ്ങനത്തെ സിനിമകൾ പോയിട്ട് കമ്മിറ്റഡ് ആവുന്നതെന്നുള്ള രീതിയിൽ എനിക്ക് ശരിക്കും തോന്നിപ്പോയി. കാരണം അതേപോലെ തന്നെ അൽത്താഫും, ഇവരൊക്കെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇവർക്കൊക്കെ നല്ല രീതിയിൽ ഒരു ഫഹദ് ഫാസിൽ ഒരു നെപ്പോ കിഡാണ്. അവർക്ക് ഓൾറെഡി ജനിച്ച് വീഴുന്ന സമയം തൊട്ട് തന്നെ പുള്ളിക്ക് എല്ലാ സിറ്റുവേഷൻസും ഉണ്ട്. അഭിനയിച്ച് കയറണമെങ്കിൽ എവിടെ വേണമെങ്കിലും എത്താം. അതല്ല, പുള്ളി ഓൾറെഡി തെളിയിച്ചാണ്. സാധാരണ ഇവിടെ സിനിമയ്ക്ക് വേണ്ടി ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവരെ പോലെ ഒരു കഷ്ടപ്പാടുകളൊന്നുമില്ല. എന്നിട്ട് ഇവരിങ്ങനെ അടുത്തടുത്തായിട്ട് എടുക്കുന്ന സബ്ജക്റ്റുകൾ പാളി പോകുന്ന കാണുമ്പോൾ നമുക്കത് ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പറഞ്ഞു എന്ന് ഓർത്ത് അതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് എല്ലാ സിറ്റുവേഷൻസും അവർക്ക് ഓൾറെഡി ഉണ്ട്. അത് അവർക്ക് മര്യാദയ്ക്കുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പുള്ളി ഒരു അടിപൊളി ആക്ടറും അതേപോലെ നല്ല രീതിയിൽ സ്കില്ലുള്ള ആളുമാണ്. പുള്ളീൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു. അതിനകത്ത് ആകെ പറയാനുള്ള പുള്ളീൻ്റെ സൗണ്ടുകൾ ഭയങ്കര കോമഡി ആക്കാൻ നോക്കിയിട്ടാണോ എന്നറിയില്ല. പല സിറ്റുവേഷനിലും എനിക്ക് പുള്ളിക്ക് അത് ചേരാത്ത പോലെ തോന്നി. സൗണ്ട് ഡബ് ചെയ്ത് പുള്ളീൻ്റെ ഒരു സ്റ്റൈലിലല്ല, വേറെ എന്തൊക്കെയോ ഒരു കോമഡി സാധനം കയറ്റിയിട്ട് പല സ്ഥലത്ത് ഏക്കാത്തതുപോലെ തോന്നി. പക്ഷെ എന്തിരുന്നാലും ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ സെക്കൻഡ് ഹാഫ് എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം വന്നു. നമ്മൾ ഈ പറഞ്ഞ വട്ട് എന്ന് പറഞ്ഞ സാധനം കോമഡി വട്ട് പിന്നീട് സീരിയസ് വട്ടായി. ആ സീരിയസ് വട്ട് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെയോ, എനിക്കറിയില്ല, അത്രയും ബുദ്ധി വേണമായിരിക്കും അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ. ഇതിനകത്താണ് ഈ കുറെ സ്വപ്നങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. ആദ്യത്തെ ഹാഫിൽ അടിപൊളിയായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയോടെ ഈ സ്വപ്നം ലാസ്റ്റ് നമുക്കൊരു തലവേദനയായി. മിണ്ടിയ സ്വപ്നം ആ രീതിയിലേക്ക് വന്ന് സിനിമ അങ്ങ് വലിച്ചു നീട്ടി. അത്രയും നേരം ഒന്നും ആ സെക്കൻഡ് ഹാഫിന്റെ ആവശ്യമില്ല. ആ സെക്കൻഡ് ഹാഫിന്റെ ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കുറച്ചായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമ കുറച്ചും കൂടി അഭിപ്രായം കിട്ടിയേനെ, കുറച്ചും കൂടി നല്ല സിനിമയായേനെ. കുറേ നേരം ഇട്ട് ലാഗ് അടിപ്പിച്ചു. ചിലപ്പം എനിക്കത് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. കുറച്ചുകൂടി ബുദ്ധിയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് അതെന്തായാലും ആ സെക്കൻഡ് ഹാഫ് തീരെ ഇഷ്ടമായില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫ് എനിക്കൊരു 90% ആ സിനിമ ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് എനിക്കൊരു 10% പോലും ആ സിനിമ എനിക്ക് വർക്കായിട്ടില്ല. അപ്പൊ ഇതാണ് റിവ്യൂ. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടു നോക്കാം. ഫസ്റ്റ് ഹാഫിന്റെ കാര്യത്തിൽ നിങ്ങളൊരു ലോജിക്ക് ചിന്തിക്കാതെ കുറച്ചു നേരം ചിരിക്കുക എന്നുള്ള മൂഡിലാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കുക. ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.